ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. ക്രാഫ്റ്റ് ഐറ്റംസ് ആയിട്ട് എനിക്ക് വലിയ കണക്ഷൻസ് ഇല്ല, ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, പക്ഷേ ചെയ്യാൻ അറിയില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ വീഡിയോ ട്രൈ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം നമ്മളൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ട്. അത് വെറും ക്രാഫ്റ്റ് അല്ല, ബൾബ് ക്രാഫ്റ്റ്. നമ്മൾ ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്ത് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നേരത്തെ തന്നെ, പക്ഷേ ബൾബ് കിട്ടുന്നില്ലായിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ ഹീറോയെ കിട്ടിയ ശരിക്ക് ബൾബിൽ ഒരു താജ്മഹൽ പണിഞ്ഞാലോ ഗൈസ്. അപ്പം നമ്മൾ LED ബൾബാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. LED ബൾബിൻ്റെ മുകളിലത്തെ പോർഷനിലെ പ്ലാസ്റ്റിക് അത് നന്നായിട്ട് തന്നെ റെഡ് കളറിൽ പെയിൻറ് ചെയ്തെടുക്കുക. ഫസ്റ്റ് ലെയർ ഒക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര തിന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറേ ലെയർ അടിച്ചു കൊടുത്തു, ഒരു 3-4 ലെയർ അടിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നന്നായിട്ട് അത് പെയിൻറ് ചെയ്ത് ഉണങ്ങാൻ വിടുക. ഉണങ്ങാൻ വിടുമ്പോഴത്തേക്ക് നമുക്ക് ആ ബൾബിൻ്റെ താഴത്തെ ആ പോർഷൻ എടുത്തിട്ട് ഒരു ഓഫ് വൈറ്റ് കളർ, എൻ്റെ കയ്യിൽ ഓഫ് വൈറ്റ് കളറൊന്നും ഇല്ലായിരുന്നു ഗൈസ്, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് വൈറ്റിനകത്ത് എല്ലോ മിക്സ് ചെയ്ത് എങ്ങനെ വ്യാജം മിക്സ് ചെയ്ത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഓഫ് വൈറ്റ് കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. അത് 2-3 വോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു കാര്യമാണ് കുത്തിട്ട് എടുക്കുക. വെറുതെ ഇരുന്ന് കുത്തിട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ ആ റെഡ് കളറിൽ നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ച പ്ലാസ്റ്റിക് പോർഷൻ ചറവറ കുത്തിട്ട് കൊടുക്കുക. കുത്തിട്ട് നല്ല രസമായിട്ട് ഗൈസ്. കുത്തിട്ട് അങ്ങനെ 2 നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2ലും കുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുത്തൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ താഴത്തെ ആ പോർഷനിൽ കുറച്ച് എഴുത്തുകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ലെയറോടെ ഓഫ് വൈറ്റ് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പെയിൻറ് ചെയ്ത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ ആ ഓഫ് വൈറ്റ് കളർ അടിച്ച പോർഷനിലേക്കും കുറച്ച് ലീഫൊക്കെ വരച്ചണം. എനിക്ക് ലീഫ് പോയിട്ട് ഒരു നേരെ വരയ്ക്കാൻ അറിയതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ലീഫ് ആയത്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്, കാരണം എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ലെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ അതൊന്ന് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റാക്കി കൊടുക്കാം. ഇത് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് ഗൈസ്. അപ്പോൾ സാധനം എന്താണെന്ന് മനസ്സിലായല്ലോ. ഞാൻ എങ്ങനെയൊക്കെ വെച്ചിട്ടും ഇങ്ങനെ ഇരിക്കുന്നില്ല. പിന്നെ നമ്മൾ ഒരു മിനറൽ വാട്ടറിൻ്റെ ഒരു ബോട്ടിലിൻ്റെ ഒരു മൂടി എടുത്തിട്ട് നമ്മൾ മണ്ടയ്ക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഗൈസ്. ഞാനാണെങ്കിൽ ഇവിടെ ഫെവിക്കോളിൻ്റെ ഒരു വുഡ് ഫില്ലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്ലൂഗണൊക്കെ ഉള്ളവർക്ക് അത് ചെയ്യാം. ഞാൻ ഇത് എൻ്റെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് വരും. സെറ്റായിട്ട് വന്നതിന് ശേഷം മാത്രമേ ഇത് മണ്ടയ്ക്ക് ഒട്ടിക്കാവൂ. മറ്റേ നമ്മൾ മുകളിലത്തെ സാധനം ഒട്ടിക്കാൻ വേണ്ടി ഞാൻ ഇതേ തന്നെ പശുവാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ടൈറ്റായിട്ട് പിടിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫൈനലി നമ്മൾ 2 എണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ചെറുതും വലുതും. അപ്പോൾ നമ്മുടെ ഫൈനലി റിസൾട്ട് ഇതാണ്. അത്ര ഭംഗിയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, എന്നാലും എൻ്റെ കഴിവിനെത്തിലൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.